സ്വദേശിവൽക്കരണ പദ്ധതികളുമായും ഹുറൂബ് കേസുമായും ബന്ധപ്പെട്ട ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മക്ക പ്രവിശ്യ ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ പറഞ്ഞു. ജിദ്ദയിലെ കൊട്ടാരത്തിൽ വെച്ച് സുന്നി നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി നടത്തിയ ചർച്ചയിലാണ് രാജകുമാരൻ ഇക്കാര്യം പറഞ്ഞത്. സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയതായി ആരോപിക്കപ്പെടുന്ന ഹുറൂബ് കേസിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് ശിക്ഷ കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമൊരുക്കണമെന്ന് മക്ക ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരനോട് കാന്തപുരം അഭ്യർത്ഥിച്ചു. ഹുറൂബിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമെങ്കിൽ വീണ്ടും സൌദിയിലേക്ക് വരാനുള്ള തടസ്സം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതു സംബന്ധമായ നിവേദനം കാന്തപുരം ഖാലിദ് അൽ ഫൈസൽ രാജകുമാരന് കൈമാറി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും രാജ്യത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് പുതിയ സ്വദേശിവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. ജിദ്ദയിലെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു. നിയമവിധേയമായി ജോലിയെടുക്കുന്നവർക്ക് സൌദിയിൽ പ്രശ്നങ്ങളില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്കു ശേഷം കാന്തപുരം പറഞ്ഞു. സ്വദേശികൾ മാത്രമേ ജോലി ചെയ്യാവൂ എന്നൊരു നിയമം ഒരു ഗൾഫ് നാട്ടിലും എവിടെയും കൊണ്ടുവന്നിട്ടില്ല. മറിച്ച് നിയമവിരുദ്ധമായി കടന്നുകൂടിയവരും പ്രവർത്തിക്കുന്നവരും അത് അനുവദിക്കുകയില്ലെന്നും നിയമവിധേയമാക്കണമെന്നും ആണ് ഗവൺമെന്റുകൾ പറയുന്നത്. ഇതാഖാത്ത് പ്രശ്നങ്ങളുടെ പേരിൽ നാട്ടിലേക്ക് മടങ്ങുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ജോലിക്ക് മുൻഗണന നൽകുമെന്നും കാന്തപുരം പറഞ്ഞു. അബ്ദുൽ ഹക്കീം അജേരി, ഗാമോൺ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവരും രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.